ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ നമ്മൾ കുറേ നാളായി വീഡിയോസൊക്കെ എടുത്തിട്ട് അത്യാവശ്യം വ്ളോഗ് ലാസ്റ്റ് എടുത്തത് ഏതാണെന്നൊന്നും ഞാൻ ഓർക്കുന്നില്ല. ഷോർട്സ് പിന്നെയും ഇടക്കിടക്കൊക്കെ ആയിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ലൈഫിലെ ഒരു സന്തോഷമുള്ളൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. സന്തോഷമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ടായിരുന്നല്ലേ? പറ ജിനു, പറ. ഞാൻ പറയാം. അതായത് ഞാൻ രണ്ടാമത് പ്രഗ്നൻ്റ് ആയിരിക്കുകയാണ്. സോ വി ആർ പ്രഗ്നൻ്റ്. കാണുന്നുണ്ടോ? അതിലൊന്നും വലിയ കാര്യമില്ല. അപ്പോൾ നമ്മൾ സെക്കൻഡ് പ്രഗ്നൻസിയാണ്. അപ്പോൾ ഇപ്പോൾ എനിക്ക് 3 മാസമായി പറയാനാണെങ്കിൽ. അപ്പോൾ അതുകൊണ്ടുള്ള ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ റെസ്റ്റിലൊക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് വീഡിയോസൊന്നും എടുക്കുന്നത്. അപ്പോൾ ഞങ്ങളോടത്തു ഇനി പറയാം, ഇനി നമ്മൾ താമസിപ്പിക്കേണ്ട പറഞ്ഞേക്കാൻ ഓർത്ത്. അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ നമ്മുടെ 3ാമത്തെ മാസത്തിൻ്റെ സ്കാനിങ്ങും 3 months സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതിൻ്റെ സ്കാനിങ് ഉണ്ട്, ഡോക്ടറിനെ കാണിക്കണം. അപ്പോൾ അങ്ങനെയുള്ള ചെക്കപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ നമ്മളിന്ന് ഹോസ്പിറ്റലിൽ പോവുകയാണ്. അപ്പോൾ ആ ഒരു വ്ളോഗാണ് ഇന്ന് എടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇതാണ് നമ്മൾ കാണിക്കുന്ന ഹോസ്പിറ്റൽ. 2 മണിക്കാണ് സ്കാനിങ് പറഞ്ഞിരുന്നത്. അപ്പോൾ നേരെ വന്നു, റിസപ്ഷനിൽ നിന്ന് ബില്ലൊക്കെ വാങ്ങിച്ചു. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുകയാണ് സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെയാണ് നമ്മൾ സ്കാൻ ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ ഞങ്ങളുടെ അടുത്ത് തന്നെയുള്ള ഹോസ്പിറ്റലാണ് കേട്ടോ, അർത്തിങ്ക ഹോസ്പിറ്റൽ. അപ്പോൾ ഞങ്ങളാണ് ആദ്യം വന്നിരിക്കുന്നത്. എനിക്ക് 4ാമത്തെ നമ്പറായിരുന്നു. ഞങ്ങൾ നേരത്തെ ബുക്ക് ചെയ്തത് കൊണ്ട് 4ാമത്തെ നമ്പർ കിട്ടിയായിരുന്നു. അപ്പം നമ്മളാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്, വേറെ ആരും വന്നിട്ടില്ല. അവിടുത്തെ ഒഴിഞ്ഞു കിടക്കുകയാണ്. ഇതെല്ലാം ഇനി കുറച്ചുകൂടെ കഴിയുമ്പോൾ കംപ്ലീറ്റ് ആവും. അത് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ ഹോസ്പിറ്റലൊക്കെ ഡോക്ടറിനെ കണ്ട് വീട്ടിൽ പോകുമ്പോൾ എങ്ങനെ പോയാലും 10 മണി, രാത്രി 10 മണി അല്ലെങ്കിൽ 11 മണി. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം 2nd month ഞങ്ങൾ ഡോക്ടറിനെ കണ്ട് വീട്ടിലേക്ക് പോയപ്പോൾ സമയം 11 മണി. അപ്പോഴാണ് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോയത്. ആളുകളൊക്കെ വരുന്നുണ്ട്. ആദ്യം തന്നെ എൻ്റെ സ്കാനിങ് കഴിഞ്ഞിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇന്നലെ ലാബിൽ ബ്ലഡിൻ്റെ റിസൾട്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ബ്ലഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റിസൾട്ട് മേഖലയിലാണ് ലാബ്. അപ്പോൾ അത് വാങ്ങിച്ചിട്ടാണ് നമ്മൾ പിന്നെ ഡോക്ടറിൻ്റെ അടുത്തേക്ക് പോകുന്നത്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഡോക്ടറിനെ കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നത്. ഡോക്ടർ വന്നിട്ടില്ല. സ്കാനിങ് കഴിഞ്ഞ ആളുകളൊക്കെ ഇവിടെ വന്നിരിക്കും. അപ്പോൾ നമ്മൾ കാണിക്കുന്നത് സിസ്റ്റർ ഗ്രെറ്റ മൈക്കിളാണ്, സിസ്റ്ററാണ്. അപ്പോൾ ആദ്യത്തതും ഇസാക്കിനെ ഞാൻ ഇവിടെയായിരുന്നു കാണിച്ചിരുന്നത്. അപ്പോൾ എന്നെ വിളിച്ചു സിസ്റ്റർ. പിന്നെ കൺസൾട്ടേഷൻ കഴിഞ്ഞു. പിന്നെ നമ്മൾ മരുന്ന് വാങ്ങിക്കാൻ വേണ്ടി ഫാർമസിയിൽ ഇരിക്കുവാണ്. എന്താണെന്നറിയത്തില്ല, ഇത് ആദ്യത്തെ സംഭവമാണ്. ഞങ്ങൾ 2 മണിക്ക് വന്നു, 4 മണിയോടുകൂടി തന്നെ ഡോക്ടറിനെയൊക്കെ കണ്ടു, എല്ലാം കഴിഞ്ഞു. ഇത് ആദ്യത്തെ സംഭവമാണ് ഇങ്ങനെ. സാധാരണ എങ്ങനെ പോയാലും രാത്രിയാകും. എങ്ങനെ പോയാലും 9 മണിയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഞങ്ങൾ വീട്ടിൽ വരുന്നത്. അപ്പോൾ ഇതെന്തായാലും ആദ്യത്തെ സംഭവമാണ്. ചിലപ്പോൾ ആദ്യത്തെ സ്കാനിങ് കഴിഞ്ഞുകൊണ്ടായിരിക്കാം. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ നേരെ അവിടെ തന്നെയുള്ളൊരു ചെറിയൊരു കോഫി ഷോപ്പ് പോലെ ഒരു ക്യാൻറ്റീനാണ്. അവിടുന്ന് ചായയും വാങ്ങിച്ചു, 2 കുക്കീസും വാങ്ങിച്ചു കഴിച്ചു. വേറെ ഒന്നും തിന്നാൻ അവിടെ ഇല്ലായിരുന്നു. എല്ലാം പെട്ടെന്ന് ചിലവാകും. 3 മണിയൊക്കെയോടുകൂടി തന്നെ അവിടെ എല്ലാം തന്നെ പെട്ടെന്ന് തീരും. ഞങ്ങൾ 4 മണിയായപ്പോഴത്തേക്കും എല്ലാം തീർന്നിരുന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ, സീ യു.